ഉണ്ണിയമ്മേ കുമ്പടി വന്നു. ഇന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്നത് ബിജെപിയിൽ നിന്ന് ശ്രീ യുവരാജ് ഗോകുൽ, CPM-ൽ നിന്ന് ശ്രീ കെ അനിൽകുമാർ. ശ്രീ അനിൽകുമാർ, ഈ ദേശീയപാത 66 പ്രത്യേകിച്ചും ഓരോ റീച്ചിലും മുഖ്യമന്ത്രി തന്നെ യോഗം വിളിച്ച് പ്രശ്നങ്ങൾ പഠിച്ച് പരിഹാരം നിർദ്ദേശിച്ചു എന്നാണ് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞത്. അപ്പോൾ സംസ്ഥാന സർക്കാർ ഈ കാര്യത്തിൽ എന്ത് പഠനമാണ് നടത്തിയത്? 2019 മുതൽ ഈ പ്രദേശത്തെ പ്രദേശവാസികളും പഞ്ചായത്തും MLA-മാരും ഒക്കെ ഈ ഒരു ദുരന്തത്തെ മുൻകൂട്ടി കാണുകയും അതേക്കുറിച്ച് പരാതി പറയുകയും ചെയ്തിരുന്നു എന്നാണ് അവർ ചർച്ചകളിലൊക്കെ പറയുന്നത്. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ഒന്ന്, ദേശീയപാതയ്ക്ക് സ്ഥലം ഏറ്റെടുക്കുന്ന പോലെ തന്നെയാണ് റെയിൽവേക്ക് സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കുന്നത്. റെയിൽവേക്ക് സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കുമ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതം ചോദിക്കുന്നില്ല. പക്ഷെ ദേശീയപാതയ്ക്ക് കേരളം കൊടുക്കേണ്ടി വരുന്നു, മറ്റൊരു സ്റ്റേറ്റും കൊടുത്തിട്ടുമില്ല. സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്നതാണ്. നാക്കെടുത്താന്നേ പറയൂ. റെയിൽവേക്ക് സ്ഥലം ഏറ്റെടുത്ത് കൊടുത്തതിൻ്റെ മാനദണ്ഡം എന്താണ്? ഞങ്ങളാണോ സ്ഥലം കണ്ടെത്തിയത്? റെയിൽവേ അവരുടെ വികസനത്തിന് വേണ്ടി ഇത്ര സ്ഥലം എടുക്കണമെന്ന് പറയുന്നു. എന്നിട്ട് സംസ്ഥാന സർക്കാർ എടുത്തു കൊടുക്കുന്നു. കോട്ടയം വഴി തീവണ്ടിപ്പാത ഇരട്ടിപ്പിക്കുന്നു. ഇപ്പോൾ ആലപ്പുഴ വഴി തീവണ്ടിപ്പാത ഇരട്ടിപ്പിക്കുന്നു. അവിടെ റെയിൽവേ കരാർ ഏറ്റെടുത്ത് കൊടുത്ത് റെയിൽവേയുടെ പണികൾ നടന്ന് ആ പണികൾ നടക്കുന്ന സ്ഥലത്ത് എന്തെങ്കിലും അപകടം വന്നാൽ ഉടനെ പിണറായി വിജയൻ രാജിവെക്കണോ? അപ്പൊ സംസ്ഥാന സർക്കാർ എന്തെങ്കിലും അവിടെ ചെയ്തോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ? വിഡ്ഢിത്തിരെ പറയുള്ളൂ. ദേശീയപാത 66-ന്റെ പുരോഗതി വിലയിരുത്തുന്നതിനായി എല്ലായിടത്തും പോകുന്ന ദൃശ്യമാധ്യമങ്ങളിലൂടെ കണ്ടു. ഇതൊരു നടക്ക് പോണ മാതിരില്ല. മുഖ്യമന്ത്രി തന്നെ നേരിട്ട് യോഗം വിളിച്ചു പലതവണ എന്ന് പൊതുമരാമത്ത് മന്ത്രി പറയുന്നു. ഈ യോഗങ്ങളിലും ഈ സന്ദർശനങ്ങളിലും എന്താണ് പഠിച്ചത്, എന്താണ് വിലയിരുത്തിയതെന്നാണ് ഞാൻ ചോദിച്ചത്. അല്ലാതെ മുഖ്യമന്ത്രിയുടെ രാജിയെക്കുറിച്ച് പിന്നെ ചൂടാണ്ട് AC ഇല്ല. അതാണ് പറയണത്. അത് തന്നെ ഇവിടെ ചാനൽ ചർച്ചയിൽ പങ്കെടുത്തവർക്ക് മറുപടി പറയണ്ടേ? ആരുടെ അമ്മായിയപ്പന മുഖ്യമന്ത്രി എന്നൊക്കെ പറയുന്നത് കേട്ടല്ലോ. ഞാനൊന്ന് മറുപടി പറയണ്ടേ? എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. അതെ, അമ്മായിയപ്പൻ ആകുകയാണോ ചെയ്തത്, മുഖ്യമന്ത്രിയായിട്ട് ആദ്യം വരികയാണോ ചെയ്തെന്നുള്ളത് ഈ ചർച്ചയിലൊന്നും പോകണ്ടേ? ഇങ്ങനെയൊക്കെ പ്രയോഗിക്കാവോ ഒരു ചർച്ചയിൽ? നിങ്ങളെപ്പോലെ നല്ല മാന്യതയുള്ളൊരു സംസ്കാരമുള്ള ഒരു ചാനലകത്ത് ഇങ്ങനെയൊക്കെയാണോ അതിഥികൾ മുഖ്യമന്ത്രിയെ അഭിസംബോധന ചെയ്യേണ്ടത്? എന്നെ പൊക്കി പറഞ്ഞ് സോപ്പിടാനുള്ള പരിപാടിയാ കള്ളന്മാര്. ഇനി കേരള സർക്കാർ എന്ത് ചെയ്തു? ഒന്നാമത്തെ കാര്യം, ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി ആയിരുന്നെങ്കിൽ ഇതിന്റെ പരാതി കേൾക്കില്ലായിരുന്നു. ഇവനെന്ത് വിവരക്കാരാ ചോദിക്കണേ? ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി കേരളത്തിൽ മുഖ്യമന്ത്രിയായി തുടർന്നിരുന്നെങ്കിൽ ദേശീയപാതയുമായി ബന്ധപ്പെട്ട ഒരു പരാതിയും മുഖ്യമന്ത്രി കേൾക്കില്ല. കാരണം എന്താണ്? ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ദേശീയപാത അതോറിറ്റി നാട് വിട്ടുപോയി. കേരളത്തിൽ നിന്ന് പൂട്ടി നാട് വിട്ടുപോയി. ദേശീയപാത നടക്കില്ല. പിന്നെ ദേശീയപാത മണ്ണിടിഞ്ഞു എന്ന് പറഞ്ഞ് ഉമ്മൻചാണ്ടിയുടെ പേരിൽ ആരെങ്കിലും പരാതിപ്പെടുമോ? ഒരു പരാതി ഉണ്ടാവില്ല. ഈ വേണ്ടാത്ത കാര്യങ്ങൾ പറയല്ലേ. പിണറായി വിജയൻ്റെ ഒരു പരാതി പറയാൻ കാരണം ഇവിടുന്ന് ഒളിച്ചുപോയ അല്ലെങ്കിൽ ഇവിടുന്ന് നിർത്തിപ്പോയ ദേശീയപാത സംവിധാനത്തെ അദ്ദേഹം മുൻകൈയെടുത്ത് 6 തവണ നിതിൻ ഗഡ്കരിയുടെ ആഫീസിൽ പോയി കണ്ട് കേൾക്കാൻ നല്ല രസമുണ്ട്. നിർബന്ധപൂർവ്വം അവരാവശ്യപ്പെട്ട തുകയായ 6250 കോടി രൂപ കിബിയിൽ നിന്ന് കൊടുത്ത് പണി നടത്തിച്ചത് കൊണ്ടാണ്, സ്ഥലം ഏറ്റെടുത്ത് കൊടുത്തത് കൊണ്ടാണ് മുഖ്യമന്ത്രിയെ നിങ്ങൾ ആക്രമിക്കുന്നത്, മുഹമ്മദ് റിയാസിനെ നിങ്ങൾ ആക്രമിക്കുന്നത്. നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല. വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. അതെ. എവിടെയാണ് മണ്ണ് കിട്ടാതെ വന്നപ്പോൾ മുഖ്യമന്ത്രി ഇടപെട്ടത്? എവിടെയാണ് മറ്റ് തടസ്സങ്ങൾ വന്നപ്പോൾ മുഖ്യമന്ത്രി ഇടപെട്ടത് എന്ന് നമുക്കെല്ലാം അറിയാം. വിദ്യാഭ്യാസമുള്ള ഒരുത്തനും നമ്മളെ പാർട്ടിയിലില്ലേ? ഇടപെട്ടത് കരാറുകാരനായ കമ്പനിയിൽ നിന്നും ഇലക്ട്രൽ ബോണ്ട് വാങ്ങാനല്ല. ഈ പറയുന്ന കോൺഗ്രസിന്റെ MLA ആയ തെലങ്കാനയിലെ MLA ആയ ഒരു മാന്യദേഹത്തിന്റെ യോഗം വിളിച്ചു വന്ന് പൊതുമരാമത്ത് മന്ത്രി പറയുന്നത് മുഖ്യമന്ത്രി നേരിട്ട് വിലയിരുത്തുകയായിരുന്നു. താങ്കൾ പറയുന്നത് ഈ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ക്രമസമാധാന പ്രശ്നം, മണ്ണ് കിട്ടാത്തുണ്ടെങ്കിൽ അത് അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ACB-യുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ ചർച്ച ചെയ്തത് എന്നല്ലേ താങ്കൾ പറയുന്നത്? അങ്ങനെയെങ്കിൽ പൊതുമരാമത്ത് മന്ത്രി ഈ സന്ദർശനം നടത്തിയപ്പോൾ പ്രാദേശികമായി ഉയർന്നിരുന്ന പ്രശ്നങ്ങൾ കേട്ടിരുന്നോ? അതിന് പരിഹാരം കണ്ടെത്താൻ ശ്രമിച്ചിരുന്നോ? അവിടെയാണ് മനസ്സിലാക്കേണ്ടത്. മുഖ്യമന്ത്രി അവലോകന യോഗം നടത്തുമ്പോൾ നിർമ്മാണം നടത്തുന്ന കമ്പനിക്ക് അവിടെ നിർമ്മാണം നടത്താൻ ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിലുള്ള തടസ്സങ്ങളെന്ത്? ആ തടസ്സങ്ങളിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ സഹകരണം എന്ത് വേണം, പ്രാദേശിക സഹകരണം എന്ത് വേണം? ആ സഹകരണത്തിന് അവിടുത്തെ MLA-മാർ അതിലുണ്ടാവും. അവിടുത്തെ കലക്ടർ ഉണ്ടാവും, ഉദ്യോഗസ്ഥന്മാരുണ്ടാവും. ആ പദ്ധതി നടപ്പാക്കാൻ വേണ്ടിയുള്ള എല്ലാ പിന്തുണയും കൊടുത്തിട്ടുണ്ട്. എന്റെ നമ്പറായി എനിക്കുള്ളത് മേടിച്ചിട്ട് വരാം. എന്നാൽ
അതിൽ അല്ല, ആ ഡിസൈൻ പദ്ധതി മാറ്റവുമായി നടപ്പാക്കാൻ ഉദ്യോഗസ്ഥരുടെ ബന്ധപ്പെട്ടെന്തെങ്കിലും ആ പക്ഷത്തുള്ള കാര്യം കാര്യങ്ങൾ മാത്രമാണോ ആരെങ്കിലും അപ്പോൾ ഉന്നയിച്ചാൽ മുഖ്യമന്ത്രി അത് പരിശോധിച്ചത്? കൈകാര്യം എന്റെ ചോദ്യം, ഈ പറയുന്ന അപകടമുണ്ടായ സ്ഥലം അടക്കം അവിടെ കുരിയാട് അടക്കമുള്ള പ്രദേശങ്ങളിൽ ജനങ്ങൾ വ്യാപകമായി ഈ പദ്ധതിയെക്കുറിച്ച് ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. അത് മുഖ്യമന്ത്രിയോ പൊതുമരാമത്ത് മന്ത്രിയോ കേട്ടിട്ടുണ്ടോ? പണി പിന്നെയും പാളി. പൊതുമരാമത്ത് വകുപ്പും അല്ല സംസ്ഥാന സർക്കാരും ദേശീയപാത അതോറിറ്റിയും ഭായി ഭായി എന്ന് പറഞ്ഞ പൊതുമരാമത്ത് മന്ത്രി ജനങ്ങളുടെ ഈ ആശങ്ക അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടോ? അലൈൻമെന്റിന്റെ കാര്യത്തിലടക്കം അത്തരത്തിലുള്ള ആശങ്കയുണ്ടെങ്കിൽ അത് മാറ്റി എടുക്കേണ്ടതാണ് എന്ന നിർദ്ദേശം ദേശീയപാത അതോറിറ്റിക്ക് മുന്നിൽ വെച്ചിട്ടുണ്ടോ? അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. അലൈൻമെന്റിന്റെ കാര്യത്തിൽ ഇടപെടാൻ സംസ്ഥാന സർക്കാരിന് അധികാരമില്ല. അലൈൻമെന്റിന്റെ ഒരു തർക്കത്തിലും കേരള സർക്കാരിന് മുന്നിൽ ഒരു വിഷയം വന്നിട്ടില്ല. അതിൽ ഇടപെടാൻ സംസ്ഥാന സർക്കാരിന് അധികാരമില്ല. ആ അലൈൻമെന്റുമായുള്ള തർക്കം കുഞ്ഞാലിക്കുട്ടിക്കായിരുന്നു. മനസ്സിലാക്കി കളഞ്ഞല്ല പിന്നെ. അലൈൻമെന്റുമായുള്ള തർക്കം BJPക്കായിരുന്നു. BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് കീഴാറ്റൂർ സമരം നടക്കുമ്പോൾ മോദിക്ക് കത്തെഴുതി ഈ ദേശീയപാത നിർമ്മിക്കാൻ പാടില്ല. സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്നതാണ്. നാക്കെടുത്താന്നേ പറയൂ. അത്തരം അലൈൻമെന്റ് തർക്കങ്ങൾ അവരുമായിട്ടാണ്. അവസാനം ദേശീയപാത അതോറിറ്റി BJPയുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ പരാതി തള്ളി. എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. വികസനം എന്നാൽ ജനങ്ങൾക്ക് വേണ്ടിയായിരിക്കണം. അവിടെ ഈ പദ്ധതി വരുന്നതുകൊണ്ട് ജനജീവിതത്തിന് ബുദ്ധിമുട്ടുണ്ടാകും എന്ന് ജനങ്ങൾ പറഞ്ഞപ്പോൾ ആ കാര്യം മുഖ്യമന്ത്രിയോ പൊതുമരാമത്ത് മന്ത്രിയോ എവിടെ പോണു? തൊണ്ട വെള്ളം കുടിക്കണം. ദേശീയപാത അതോറിറ്റിയുടെയോ അല്ലെങ്കിൽ ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രിയുടെയോ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടോ? ജനങ്ങളുടെ ആശങ്കകൾക്ക് പരിഹാരം കണ്ടെത്താൻ നിങ്ങൾ എങ്ങനെയാണ് ശ്രമിച്ചിട്ടുള്ളതെന്നാണ്. അത് ഉത്തരം പറ. അത് അവിടെയാണ് കൃത്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോ ഒരു ദേശീയപാത പണിതുകൊണ്ടിരിക്കുന്ന സ്ഥലം എഞ്ചിനീയർമാര് നിർമ്മാണം നടത്തുന്ന കമ്പനിക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. വിട്ടുകൊടുത്തിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ടതല്ല. നമ്മളൊരു കരാർ ഉണ്ടാക്കി കഴിഞ്ഞാൽ പൊസഷൻ ഹാൻഡഡ് ഓവർ ടു കൺസ്ട്രക്ടിംഗ് കമ്പനി. ആ കമ്പനിയാണ് കോൺഗ്രസിന്റെ ഒരു MLA നേതൃത്വം കൊടുക്കുന്ന കമ്പനിയാണ്. അവരെയാണെന്ന് കേന്ദ്ര സർക്കാർ കരിമ്പട്ടികയിൽപ്പെടുത്തിയിരിക്കുന്നത്. കരിമ്പട്ടികയിൽപ്പെടുത്താൻ നേരത്തെ കേരള സർക്കാരിനോട് ചോദിച്ചോ കരിമ്പട്ടി പെടുത്തിക്കോട്ടെ എന്ന്? ബാഡ് വർക്കേഴ്സ് ബ്ലെയിം देयर ടൂൾസ് എന്ന് ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്. അതുകൊണ്ട് സ്വന്തം കഴിവുകേട് മറയ്ക്കാൻ ഉപകരണങ്ങളിൽ പഴിചാരുക. പെടുത്താൻ നേരത്തെ ചോദിച്ചില്ല. കാരണം എന്താണ്? സംസ്ഥാന സർക്കാരിന് നിർമ്മാണത്തിന്റെ ഭാഗത്ത് ബന്ധമില്ല. ജനങ്ങളുടെ വീട്ടിലോട്ട് വെള്ളം വരച്ച് കയറുന്നുണ്ടെങ്കിൽ ഇത് ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ വീഴുന്നത് ജനങ്ങൾക്ക് ആശങ്കയുണ്ടെങ്കിൽ ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ? വിഡ്ഢിത്തിരെ പറയുള്ളൂ. അത് ഈ പറയുന്ന കമ്പനിയുടെയോ ദേശീയപാത അതോറിറ്റിയുടെയോ ശ്രദ്ധയിൽപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം പൊതുമരാമത്ത് വകുപ്പിന് സംസ്ഥാന സർക്കാരിന് ഇല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. നീ അറിഞ്ഞോ? ഞാൻ പിന്നെ അതാണ് അതിന്റെ ഉത്തരവാദിത്വം. നമ്മുടെ രാജ്യത്തൊരു നിയമം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ആ നിയമം അനുസരിച്ച് ദേശീയപാത പണിയുന്നിടത്ത് ഇത്തരം ഒരു തർക്കത്തിനും പ്രസക്തിയില്ല എന്ന് മുഖ്യമന്ത്രി നിരന്തരം ഓരോ റീച്ചിലും യോഗം വിളിച്ചു എന്ന് പറയുന്നു. ഈ വിളിച്ചവർ എന്താണ് ചർച്ച ചെയ്തതെന്നാണ് ഞാൻ ചോദിച്ചത്. ഞാൻ 2013 നിയമത്തെ കുറിച്ചല്ല ചോദിക്കുന്നത്. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എനിക്കത് ഓർമ്മയില്ല. താങ്കൾക്ക് പറയാൻ ഞാൻ ആവശ്യത്തിലധികം സമയം തന്നു. പക്ഷേ മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിലോ മുഹമ്മദ് റിയാസിന്റെ സന്ദർശനത്തിലോ ജനങ്ങളുടെ ആശങ്കകൾക്ക് എന്ത് പരിഹാരം ഉണ്ടാക്കി എന്നാണ് ഞാൻ ചോദിച്ചത്. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണൽ വിൽക്കാൻ പോകുന്നു. 2013 നിയമം കോൺഗ്രസ് ഉണ്ടാക്കിയതുകൊണ്ടും അതിന്റെ ദുരന്തമാണ് ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾ ദേശീയപാതയുടെ കാര്യത്തിൽ അനുഭവിക്കുന്നത്. അപ്പൊ നേരം കളയാണ്ട് അടുത്ത മഴയ്ക്ക് മുമ്പ് എല്ലാരും അവനവന്റെ കൂരയ്ക്ക് പോയി ചേരി. എല്ലാരും പിരിഞ്ഞു പോകണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ആകാശത്തേക്ക് വെടിവെക്കേണ്ടി വരും. എല്ലാരും മാറണം, എല്ലാരും പിരിഞ്ഞു പോകണം. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.